ഇതാണ് കേട്ടോ മഞ്ഞക്കണി കണ്ടോ. ഒരുപാട് പ്രാണികൾ നമുക്ക് ഈ ഒരു പശയിൽ വന്ന് ഒട്ടും. നമ്മൾ ഈ തോലി കളിയിൽ എന്താ വെച്ചെങ്കിൽ ഇത് മുളച്ചു വരാതിരിക്കാനാണ്. ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു കയറിൻ്റെ അടുത്ത് ചെറിയ കയറെടുത്തിട്ട് ഒറ്റ കെട്ട്. ഇതാണ് കേട്ടോ മഞ്ഞക്കണി കണ്ടോ. നേരം നോക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രാണികൾ ഇതിൽ പെട്ടിട്ടുണ്ടാവും. ഒരുപാട് പ്രാണികൾ ഇങ്ങനെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോഴേ നമ്മൾ ഇന്ന് ചെറിയൊരു കെണി ഉണ്ടാക്കുകയാണ്. അത് പച്ചക്കറി ഉണ്ടാക്കുന്നവർക്കാണ് ഈ കെണിയുടെ ആവശ്യം വരുന്നുള്ളൂ. അത് നമ്മളെ ചീമക്കൊന്ന കേട്ടോ. ഞങ്ങളവിടെ ചീമക്കൊന്ന, നിങ്ങളവിടെ എന്താണോ നാട് ചേരിച്ചെങ്കിൽ ആ ഒരു പേര്. ഒട്ടുമിക്ക സ്ഥലത്ത് ഈ ഒരു പേര് തന്നെയൊക്കെ ആവും. ഇത് ഇതേപോലെ നമ്മൾ ഈ തോലി കളിയിൽ എന്താ വെച്ചെങ്കിൽ ഇത് മുളച്ചു വരാതിരിക്കാനാണ്. ഇത് നമുക്കൊരു പാരായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ തൊലി ഇങ്ങനെ കളയുന്നത്. അങ്ങനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് മുളക്കില്ല കേട്ടോ. ഇതോടെ സാധനം ഇത് നമ്മളിതേപോലെ ഒരു ചെറിയൊരു കയറെടുക്കുക. കുറേ പണികൾ ആക്കാൻ കിട്ടാനുള്ള ചെറിയൊരു പണി. ഇതാ ഇങ്ങനെ ഉണ്ട്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോന്ന് കിട്ടും. രണ്ടു പോകാൻ അങ്ങനെ പൊളിക്കുക. ഇതുമ്മ വല്ലാതെ അച്ചറ പിച്ചറ ആക്കണ്ട. ഭയങ്കര പശയാണ്. അടിച്ചാൽ പൊളിച്ച പരിപാടിയാണ് കേട്ടത്. നല്ല പശ എന്ന് പറഞ്ഞാൽ നല്ല പശയാണത്. കണ്ടോളൂ. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ടെച്ചെങ്കിൽ കാണാം, സാധനങ്ങൾ ഉണ്ടെച്ചെങ്കിൽ കാണാം. ഇതങ്ങനെ ഒരു കയറിൻ്റെ അടുത്ത് ചെറിയ കയറെടുത്തിട്ട് ഒറ്റ കെട്ട്. ഇതാണ് ചൊട്ടിയിട്ടാണ് വെച്ചെങ്കിൽ ഇതൊക്കെ കെട്ടാൻ വേറെ ആൾ വേണം. ഇതിനിപ്പോൾ എന്താ ചെയ്യുന്നത്? ആൾ വേണ്ടേ? നമ്മളെ പുള്ളകൾ വന്നാലാണ് ഇനിയിപ്പോൾ ഇതൊക്കെ നടക്കുള്ളൂ. നല്ലോണം ഇതപ്പോൾ ഇവളൊക്കെയാണ് കെട്ടിത്തരേണ്ട ആള്. ഓൾക്ക് തന്നെ കെട്ടാൻ അറിയില്ല. ട്യൂഷനോ? ട്യൂഷന് പോയിട്ട് വന്നോളൂ. ഇതേപോലെ പരമാവധി കുറച്ച് നീളമുള്ള കമ്പ് എടുത്തോളി, നല്ലതാണ്. നമുക്ക് പിന്നെ വല്ലാതെ നീളം വേണ്ടെന്നാ തോന്നുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലൂസായി കെട്ടിക്കൊണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതിങ്ങനെ ആടിക്കളിക്കുന്ന കാണുമ്പോഴേ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പോസ്റ്റ് ചെയ്യാം. കമോൺ. അപ്പോൾ ഇതാണ് കേട്ടോ മഞ്ഞക്കണി. ഈ മഞ്ഞക്കണിയുടെ ഉപയോഗം എന്താ വെച്ചെങ്കിൽ ഒരുപാട് പ്രാണികൾ നമുക്ക് ഈ ഒരു പശയിൽ വന്ന് ഒട്ടും. ഇത് വെള്ളമായാലും വെയിലായാലും ഇതിനൊന്നൊരു പ്രശ്നം വരില്ല. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത. ഇതിന് ഏകദേശം ഒരു 19 രൂപയുടെ ഉള്ളിൽ ഉണ്ട്. 19 രൂപ ഏകദേശം ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയത്. ഇനി ഓരോ ആളുകൾക്ക് എത്ര റേറ്റ് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ കൃഷിയുടെ നടുവിൽ കൊണ്ടുപോയി കുത്തരുത്. നമ്മൾ കൃഷിയുടെ പുറം ഭാഗത്ത് എവിടെയായിട്ട് ഒരു 2-3 സ്ഥലത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികൾ ഇങ്ങനെ പോയിക്കോട്ടും. ഇങ്ങനെയാണ് നമ്മളിത് കുറേയൊക്കെ രക്ഷപ്പെടുത്തത്. തല്ല് ഇതാണല്ലേ നമ്മളെ പൊണ്ണം വാഴക്ക എന്ന് പറഞ്ഞത്. പൊണ്ണങ്കായ എന്ന് പറഞ്ഞാൽ മാപ്പിള പൊണ്ണം എന്നൊക്കെ പറയില്ലേ. ഇത് നമ്മളിങ്ങനെ ആവശ്യത്തിനുള്ള അങ്ങനെ പൊട്ടിക്കുക ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാനില്ല. നമ്മളവിടെ നിൽക്കണത് അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഓരോന്നില്ല, ആ കൂട്ടം ഫുള്ള് ഇതാണ്. അപ്പോൾ പൊണ്ണനാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ ആവശ്യത്തിന് ഇങ്ങനെ പൊട്ടിച്ച് വണ്ടിയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മളെ ഇഞ്ചി ഉണ്ടോ, ഇഞ്ചി, അതുപോലെ കൂവ, നമ്മളെ തൊപ്പക്കിഴങ്ങ് കണ്ടോ, അതേപോലെ വെള്ളശംഖ് പുഷ്പം കണ്ടോ, ചക്കര ചേമ്പ് കണ്ടില്ലേ. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ ഇവിടുത്തുള്ള കൃഷികൾ. ഇതെല്ലാം ഇതാണ് കേട്ടോ പീരിവാക. ഇതേ പീരിവാകയാണ്. നമ്മൾ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ് കേട്ടോ ഈ സാധനം. ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ സൂപ്പർ സാധനമാണ്. ഇതൊക്കെ കൊടുത്ത് പഠിപ്പിച്ചാലാണ് ആട് കൃഷിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അല്ല അതൊന്നും കൊടുക്കാതെ നമ്മൾ ആട് അതിൻ്റെ മാത്രമേ തിന്നുള്ളൂ എന്ന് പറഞ്ഞാലേ ഒന്നും നടക്കൂല മക്കളെ. കച്ചവടം പൂട്ടിപ്പോവും.
ഒരുപാട് പ്രാണികളെ ഈ മഞ്ഞ കളറിൽ നമ്മളെ കൃഷിയിടത്തുനിന്ന് അവർ അതിലേ പോയി ഒട്ടി നിൽക്കും. അപ്പോൾ നമ്മൾ 3-4 ഭാഗത്തായി വെച്ചിട്ടുണ്ട്. ഇതാ എവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കൃഷിയുടെ ഏകദേശം സൈഡുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാണ്ടോ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദൂരത്താണ്. അപ്പോൾ നമ്മളെ കൃഷിയിടത്തു നിന്ന് ഒരുപാട് പ്രാണികളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതുമ്പോൾ ഒരു തരം പശയാണ്. അപ്പോൾ ഈ ഒരു പശ ആകുമ്പോൾ ആ പശയിൽ ഒരുപാട് പ്രാണികളുണ്ടാവും. നമ്മൾ ആക്രമിക്കുന്ന ഒരുപാട് പ്രാണികൾ ഇതിൽ പെടും. ചിലപ്പോൾ ആക്രമിക്കുന്നതും അക്രമമല്ലാത്തവരും പെടും. പക്ഷേ നമുക്ക് അക്രമം മെയിനാണല്ലോ. നമ്മളെ കൃഷിയൊക്കെ ഉഷാറാകാൻ വേണമല്ലോ. നമ്മളെ കാബേജ്, കോളിഫ്ലവർ, അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. മയിലിൻ്റെ നല്ല ശല്യമുണ്ട്. നല്ല ശല്യം എന്ന് പറഞ്ഞാൽ നല്ല ശല്യം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൂർക്ക വെച്ചതാണ്. ഇവിടെ നമ്മൾ പയറുണ്ടോ, പയറൊക്കെ പൂവിട്ട് ഉഷാറായിക്കണം. അതേപോലെ അതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക, കുറ്റി ബീൻസ് അവിടെ നിൽക്കുന്നുണ്ട്. മുളകും തെയ്യുണ്ട്, വെണ്ട തെയ്യുണ്ട്. അതേപോലെ ഇവിടെ കുമ്പളത്തിൻ്റെ തെയ്യ് നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഇവിടുത്തെ കുക്കുംബറിൻ്റെ തെയ്യളിതാ. ഇവിടെ ഇപ്പോൾ നമ്മളിതാ പന്തലിട്ടിട്ടുണ്ട്, വലിയ പന്തലിട്ടിട്ടുണ്ട്. ഇതിൽ മയിൽ എന്ന് പറയുന്ന സാധനം, അതുപോലെ പ്രാണികളെ ശല്യം നല്ല ഉണ്ട്. ഇതിവിടെ മയിലിൻ്റെ കുട്ടികൾ കൊത്തി തിന്നുന്ന സാധനമാണ്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതുമൊക്കെ ഇങ്ങനെ കായ പൂവുണ്ടായിട്ട് ഇതിൻ്റെ ഇല ഉണ്ടോ, മേൽഭാഗം ഇത് കൊത്തി കഴിച്ചിക്കണം. ഈ ഒരു സാധനത്തിൻ്റെ ഈ ഒരു തെയ്യിൻ്റെ ഒപ്പം വെച്ചിട്ടുള്ള തെയ്കളാണത്. അതൊക്കെ ഇപ്പോൾ നമ്മളെ പന്തൽ കയറാനായി. ഇപ്പോൾ നമ്മളെന്തായാലും പന്തൽ കയറുന്നതിന് മുന്നേയുള്ള ഇതുപോലുള്ള പുതിയ ബ്രാഞ്ചുകൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമ്മൾ നോക്കിയാലാണിത് ക്ലിയർ ആവുള്ളൂ. നമ്മൾ പന്തൽമ കയറിയതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഉഷാറായി വരും. അപ്പോൾ നമ്മൾ മഞ്ഞക്കടിമ എന്താ വെച്ചെങ്കിൽ ഒരുപാട് പ്രാണികൾ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ തെയ്കൾ നിൽക്കുന്ന തെയ്യിനേക്കായും ഉയരത്തിലായിരിക്കും നമ്മളെ കെണി വെക്കേണ്ടത്. എന്നാലാണ് ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ അതിൽ വന്ന് ആക്രമിക്കും. തെയ്യിനോട് ഒപ്പം വെച്ച് കഴിഞ്ഞാൽ ആക്രമണം തെയ്കളിലാവും, ഇത് കണ്ടുപോകില്ല. ഇവിടെ നമ്മളെ പാവൽ നിൽക്കുന്നുണ്ട്, അവിടെ തന്നെ വഴുതന നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞൾ, കൂവ, അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമ്മളെ ചക്കര ചേമ്പ് നിൽക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ അതിൻ്റെ വിളവിൻ്റെ സമയത്ത് കഴിഞ്ഞ്. ഇവിടെ നമ്മളെ മുളകിൻ്റെ തെയ്യടുണ്ടോ, ഇഷ്ടംപോലെ മുളകിൻ്റെ. ഇതൊക്കെ 6-7 മാസത്തെ 8 മാസം മുന്നുള്ള തെയ്കളാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ പുതിയ ക്യാപ്സിക്കൻ്റെ തെയ്യും അതേപോലെ തന്നെ തക്കാളി തെയ്യൊക്കെ ഇപ്പോൾ ഇതിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ ഇവിടെ വെണ്ട അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒരു ഏരിയയിൽ ഒരു ഭാഗത്ത് വെണ്ടയും ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ് പയറാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കൃഷികൾ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പൂളത്തറി കൊണ്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പല ആളുകൾക്കും ഒരു ചോദ്യം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നൊരു തരത്ത് ഇപ്പോൾ നമ്മളെ കുറച്ച് ജീവികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കണം കേട്ടോ. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ വീഡിയോസ് കൂടും. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയെന്ന് വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.